നമസ്കാരം. കൊച്ചിയിലെ വേശ്യാലയങ്ങളുടെ തുടക്കമെടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എത്തി നിൽക്കുന്നത് അതിപ്രശസ്തരിൽ തന്നെയായിരിക്കും. 2001 അതായത് 13 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ അധികമാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാത്ത ഒരു വാർത്ത പുറത്തു വന്നു. കൊച്ചി പനമ്പള്ളി നഗറിലെ നക്ഷത്ര വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയമ്മയും കാർ ഡ്രൈവർ പുനലൂർ ജോബും പോലീസ് പിടിയിലായി എന്ന്. പ്രശസ്ത നടിയും പ്രിയദർശന്റെ മുൻ ഭാര്യയുമായിരുന്ന ലിസിയുടെ അമ്മയാണ് ഈ വാർത്തയിലെ താരമായ പിടിയിലായി എന്ന് പറയുന്ന പനമ്പള്ളി നഗറിലെ നക്ഷത്ര വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയമ്മ. അതായത് കൊച്ചിയിലെ നക്ഷത്ര വേശ്യാലയത്തിന്റെ തുടക്കമാണ് ഇതൊക്കെ. 2001 മാർച്ചിൽ പനമ്പള്ളി നഗറിലെ നക്ഷത്ര വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയമ്മയെ കുറിച്ച് അന്ന് വന്ന വാർത്ത ഇങ്ങനെയാണ്. മാർച്ച് 21 ബുധനാഴ്ച നക്ഷത്ര വേശ്യാലയത്തിൽ റെയ്ഡ് നടന്നപ്പോൾ ഏലിയമ്മ മുങ്ങിയിരുന്നു. ഇവരുടെ ഇൻഡിക്ക കാറും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബുധനാഴ്ച നടന്ന റെയ്ഡിൽ 2 സ്ത്രീകളടക്കം 4 പേരാണ് പിടിയിലായത്. ജോബാണ് ആവശ്യക്കാരെ കാറിൽ പനമ്പള്ളി നഗറിലെ 123 നമ്പർ ബംഗ്ലാവിൽ എത്തിച്ചിരുന്നത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. വേശ്യാലയം റെയ്ഡ് ചെയ്ത് പിടികൂടിയപ്പോൾ ഒളിവിൽ പോയ പൂക്കാട്ടുപടി ഏലിയമ്മയെ പിന്നീട് പോലീസ് പിടികൂടി. 24 വയസ്സുകാരനായ ജോബ് എന്ന ഡ്രൈവറെയും ഒത്തൊരുമിച്ച് തന്നെയാണ് ഏലിയമ്മയെ പോലീസ് പിടികൂടിയത്. നക്ഷത്ര വേശ്യാലയം നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയമ്മ പിടിയിൽ എന്നായിരുന്നു അന്നത്തെ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വസ്തുതകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പൂക്കാട്ടുപടി ഏലിയമ്മ വീണ്ടും ചർച്ചകളിൽ നിറയുന്നു. കൊച്ചിയിലെ വേശ്യാവൃത്തിയുടെ തുടക്കം അന്വേഷിച്ച് ചെല്ലുമ്പോൾ പൂക്കാട്ടുപടി ഏലിയമ്മയിൽ എത്തി നിൽക്കും. അങ്ങനെയുള്ള ഏലിയമ്മയുടെ മകൾ എങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടി കയറിയ ഒരു നടിയായി മാറിയെന്ന ചോദ്യം അനാവശ്യമാകും. പൂക്കാട്ടുപടി ഏലിയമ്മയിൽ വർക്കി എന്നയാൾക്ക് ജനിച്ച മകളാണ് ലിസി. ഒരു സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു വർക്കിയുടെ ജീവിതം. കോതമംഗലത്തെ പ്രശസ്തമായ തറവാടായ നെല്ലിക്കാട്ടിലെ അംഗമായിരുന്നു വർക്കി. പിതാവുമായി തെറ്റിയതോടെയാണ് വർഷങ്ങൾക്ക് മുൻപ് ആലുവയിലേക്ക് വർക്കി പോരുന്നത്. കുടുംബസ്വത്ത് ഇല്ലാത്തതിനാൽ തന്നെ കെട്ടിട നിർമ്മാണ ജോലിക്കാരനായാണ് അദ്ദേഹം ജീവിതം കരുപിടിപ്പിച്ചത്. ഇതിനിടെ വളരെ അവിചാരിതമായാണ് ഏലിയമ്മ എന്ന യുവതിയുമായി അടുപ്പത്തിലാവുന്നത്. വർക്കിയുടെ കൂടെ ജോലി ചെയ്യാൻ എത്തിയതായിരുന്നു ഏലിയമ്മ. ഈ അടുപ്പം പിന്നീട് പ്രണയത്തിന് വഴിമാറി. പിതാവിന്റെ എതിർപ്പിനെ മുഴുവൻ മറികടന്നുകൊണ്ട് വർക്കി ഏലിയമ്മയെ വിവാഹം ചെയ്തു. ഏലിയമ്മയുടെ മാതാവ് മുൻകൈയെടുത്തുകൊണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹം. പിതാവിനെ ധിക്കരിച്ചതിനാൽ തന്നെ കുടുംബ വീട്ടിൽ താമസിക്കാൻ വർക്കിക്ക് സാധിച്ചില്ല. തുടർന്ന് വർഷങ്ങളോളം അമ്മാവനൊപ്പമായിരുന്നു വർക്കിയും ഭാര്യ ഏലിയമ്മയും കഴിഞ്ഞത്. ഇതിനിടയിലാണ് ലിസി എന്ന മകൾ പിറക്കുന്നത്. വെളുത്ത് നീണ്ട് കൊലുന്നനെയുള്ള മൂക്കുള്ള സുന്ദരിയായ ലിസി പിതാവ് വർക്കിയെ പോലെ തന്നെയായിരുന്നു കാണാൻ. മകളെ അത്യധികം സ്നേഹിച്ചിരുന്ന ഒരു പിതാവായിരുന്നു അന്നൊക്കെ വർക്കി. എന്നാൽ ഇതിനിടെയാണ് മാതാവ് ഏലിയമ്മയ്ക്ക്, അതായത് നമ്മുടെ സ്വന്തം പൂക്കാട്ടുപടി ഏലിയമ്മയ്ക്ക് സിനിമാ മോഹം എന്ന കമ്പം അങ്ങ് കയറുന്നത്. സിനിമാ രംഗത്ത് സജീവമായിരുന്ന രാമുവുമായുള്ള അടുപ്പമായിരുന്നു ഏലിയമ്മയിൽ സിനിമാ മോഹം പൊട്ടിമുളയ്ക്കാൻ കാരണം. വർക്കി തന്നെ ഒരിക്കൽ ഈ കഥ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട്. ഈ ആഗ്രഹം വർക്കി ശക്തമായി എതിർത്തു. മകൾക്കും തനിക്കും ഇഷ്ടം സിനിമാക്കാരി അല്ലാത്ത ഏലിയമ്മയാണെന്നായിരുന്നു വർക്കിയുടെ പക്ഷം. എന്നാൽ ഈ എതിർപ്പിന്റെ പേരിൽ ഏലിയമ്മയുടെ സഹോദരങ്ങൾ മർദ്ദിച്ചതോടെ ഇനിയും ഈ ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് വർക്കിക്ക് തോന്നി. തുടർന്ന് ഒത്തുപോകാൻ സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങളായപ്പോൾ ബന്ധം വേർപിരിയുകയായിരുന്നു. ഏലിയമ്മയും സഹോദരങ്ങളും മകളെ തന്നിൽ നിന്ന് അകറ്റുകയായിരുന്നുവെന്ന് വർക്കി പറയുന്നു. എങ്കിലും മകൾ സ്കൂളിൽ പോകുന്ന വേളയിൽ വഴിയരികിൽ ഒളിച്ചു നിന്ന് കാണുക പതിവായിരുന്നു ആ പിതാവ്. എന്നാൽ വളർന്നപ്പോൾ മാതാവിൽ നിന്നും തങ്ങളെ ഉപേക്ഷിച്ചു പോയ പിതാവ് എന്ന അറിവാണ് ലിസിക്ക് ലഭിച്ചത്. മുതിർന്നപ്പോൾ അമ്മയറിയാതെ മകളെ കാണാൻ വർക്കി ഒരുപാട് തവണ ശ്രമിച്ചു. പിന്നീട് സിനിമയിൽ വേഷങ്ങൾ ലഭിച്ചതോടെ താനാണ് പിതാവ് എന്ന് പറയുന്നതിൽ മകൾക്ക് കുറച്ചിലായി കാണുമെന്നാണ് വർക്കി പറഞ്ഞത്. മകൾ കൂടി ഉപേക്ഷിച്ചതിനെ തുടർന്ന് തകർന്നുപോയ വർക്കി മദ്യത്തിനടിമയായി. പാരമ്പര്യ സ്വത്തായി ലഭിച്ച 2.5 ഏക്കറിൽ ഭൂരിഭാഗവും മദ്യപിച്ച് നഷ്ടപ്പെടുത്തി. ബാക്കി വന്ന 10 സെന്റ് ചികിത്സയ്ക്കായും വിൽക്കേണ്ടി വന്നു. സിനിമയിലെത്തിയതോടെ ലിസിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല.
അക്കാലത്തെ ഭാഗ്യനായികയുമായി അവർ. മകൾ പ്രശസ്തിയുടെ പടവുകൾ കയറുന്നത് വർക്കി അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അതത്ര താല്പര്യമായിരുന്നില്ല. ഏലിയാമ്മയുടെ നിർബന്ധപ്രകാരമാണ് ലിസി സിനിമയിൽ എത്തിയത് എന്ന് വർക്കി പറഞ്ഞിരുന്നു. മകളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഭാര്യയെയും അവരുടെ സഹോദരങ്ങളെയും ഭയന്ന് വർക്കി മിണ്ടാതെയിരുന്നു. നടിയാകാൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും കൈ നിറയെ അവസരങ്ങൾ തേടിയെത്തിയതോടെ ലിസി സിനിമയെ അങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നായികയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് പ്രിയദർശനുമായി ലിസി അടുപ്പത്തിലാകുന്നത്. പ്രണയത്തെക്കുറിച്ച് ലിസി ആദ്യം പറഞ്ഞത് പിതാവ് വർക്കിയോട് തന്നെയായിരുന്നു. പ്രിയൻ സിനിമകളിൽ അഭിനയിച്ചതിനെ തുടർന്നായിരുന്നു ഇവരുടെ പ്രണയബന്ധം വളർന്നത്. 1984 മുതൽ 90 വരെയുള്ള 6 വർഷത്തിനിടയിൽ 14 പ്രിയദർശൻ ചിത്രങ്ങളിലാണ് ലിസി അഭിനയിച്ചത്. ഇതിനിടയിൽ ഇവർക്കിടയിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായി. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ നേരിടേണ്ടിയും വന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ഒരിക്കൽ കൈഞ്ഞരമ്പ് മുറിച്ച് ലിസി ആശുപത്രിയിലുമായി. പിന്നീട് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രിയൻ അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോയപ്പോഴാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെ ഇടപെടലോടെ പ്രിയൻ ലിസിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. മകന്റെ പിടിവാശിക്ക് മുന്നിൽ പ്രിയന്റെ മാതാപിതാക്കൾ വഴങ്ങി. എങ്കിലും ലിസിയുടെ അമ്മ വിവാഹത്തെ എതിർത്തു. അത് വകവയ്ക്കാതെ 1990 ഡിസംബർ 13 മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. ലിസി മതം മാറി ലക്ഷ്മി എന്ന പേരും സ്വീകരിച്ചു. വിവാഹത്തോടെ അഭിനയത്തോട് വിട പറയാനും ലിസി തീരുമാനിച്ചു. ഈ അവസരങ്ങളിലൊക്കെ കാഴ്ചക്കാരന്റെ റോൾ മാത്രമായിരുന്നു പിതാവ് വർക്കിക്കുണ്ടായിരുന്നത്. പ്രിയനുമായുള്ള വിവാഹശേഷം ലിസി സിനിമ വിട്ട് പൂർണ്ണമായും നല്ലൊരു കുടുംബിനിയായി മാറി. ഈ അവസരത്തിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുകയായിരുന്നു പിതാവ് വർക്കി. വർഷങ്ങൾക്ക് മുൻപ് ലിസിയെ കാണാൻ ചെന്നൈയിലെത്തിയ വർക്കിയെ വീട്ടിലേക്ക് കടത്തിവിട്ടില്ല അവർ. അന്ന് ഗുണ്ടകളെ വിട്ട് അപ്പനെ മർദ്ദിക്കുകയാണ് മകൾ ചെയ്തത്. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട മലയാളികളുടെ സഹായത്തിലാണ് നാട്ടിലേക്ക് എത്തിയത്. എങ്കിലും വർക്കി ആരോടും പരാതി പറഞ്ഞില്ല. ജീവിതം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോഴാണ് വർക്കി ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് ലിസിക്കെതിരെ പരാതി നൽകിയത്. അന്ന് RTO ഉത്തരവിട്ടിട്ടും ലിസി ചിലവിന് നൽകിയില്ല. തുടർന്ന് വർക്കിയുടെ പരാതിയിന്മേൽ ലിസിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടർ PI ഷെയ്ഖ് പരീദ് ഉത്തരവിട്ടു. ജില്ലാ കളക്ടർ ലിസിയുടെ അഭിഭാഷകനെ വിളിച്ചു വരുത്തി. എന്നാൽ ലിസിയുടെ പിതാവ് അല്ല വർക്കി എന്നായിരുന്നു അഭിഭാഷകൻ അറിയിച്ചത്. വർക്കി പിതാവാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ കേസിന് പ്രാബല്യമുണ്ടാകൂ എന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു. ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കലും താൻ തന്നെ അച്ഛനെ കണ്ടിട്ടില്ല എന്നും തനിക്ക് അറിയാത്ത ഒരു വ്യക്തിയെ പരിചരിക്കാൻ എന്തിന് താൻ പണം നൽകണമെന്നുമായിരുന്നു ലിസിയുടെ ചോദ്യം. തന്റെ സർട്ടിഫിക്കറ്റുകളിൽ വർക്കി എന്നല്ല ജോർജ് എന്നാണ് അച്ഛന്റെ പേരായി അമ്മ നൽകിയിരിക്കുന്നത്. ഇയാൾ തന്റെ അച്ഛനാണ് എന്ന് ആദ്യം തെളിയിക്കട്ടെ. ഞാൻ ജനിച്ചതിനു ശേഷം അമ്മയെ ഉപേക്ഷിച്ചു പോയയാളാണ് അച്ഛൻ. എന്നെ വളർത്തിയത് എൻ്റെ അമ്മയാണ്. ഇതായിരുന്നു ലിസിയുടെ മറുപടി. ലിസിയുടെ വാദം പക്ഷേ വിജയിച്ചില്ല. വർക്കി വീണ്ടും അധികൃതരെ സമീപിച്ചതിനെ തുടർന്ന് ലിസിക്ക് മതിയായ സാമ്പത്തിക സ്ഥിതിയുള്ളയാളാണ് എന്നും പിതാവിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളയാളാണ് എന്നും ബോധ്യപ്പെട്ട ട്രിബ്യൂണൽ മുൻ ഉത്തരവ് പുനഃസ്ഥാപിച്ചു. പ്രതിമാസം 5500 രൂപ വീതം 2010 ജനുവരി മുതലുള്ള കുടിശ്ശിക സഹിതം നൽകാനാണ് ഉത്തരവെങ്കിലും ഇത് കിട്ടുമെന്ന് വർക്കിക്ക് ഉറപ്പില്ലായിരുന്നു. തന്റെ അതേ മുഖഛായയാണ് ലിസിക്ക് എന്ന കാര്യവും വർക്കി ചൂണ്ടിക്കാട്ടി. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്ന് ഈ പിതാവ് ചോദിച്ചു. ഹൃദയാഘാതവും പക്ഷാഘാതവും തളർത്തിയ ശരീരവും അപകടത്തെ തുടർന്ന് സ്വാധീനം നഷ്ടമായ കാലുകളും വർക്കിയെ പരസഹായമില്ലാതെ ജീവിക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഈ പരിതാവസ്ഥയിലും മകളെ കാണാൻ ആ പിതാവ് ആഗ്രഹിച്ചിരുന്നു. മകൾ തള്ളിപ്പറഞ്ഞുവെങ്കിലും വർക്കി എപ്പോഴും പറഞ്ഞത് ലിസി തന്റെ മകളാണ് എന്നാണ്. മകളെയും ഭാര്യയെയും പറ്റി ചോദിച്ചാൽ നിറ കണ്ണുകളോടെയാണ് വർക്കി മറുപടി നൽകുക. ലിസിയുടെ രൂപസാദൃശ്യമുള്ള സഹോദരൻ ബാബുവിന്റെ മകൾ അമലയുടെ സാന്നിധ്യമാണ് തനിക്ക് ഏക ആശ്വാസമെന്നുമാണ് വർക്കി പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ലിസിയെ കാണാൻ ചെന്നൈയിലെത്തിയ തന്നെ വീട്ടിലേക്ക് കടത്തിവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഗുണ്ടകളെ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതും വർക്കി അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഭർത്താവ് പ്രിയദർശനുമായി മകൾ ലിസി ബന്ധം വേർപെടുത്തിയെന്ന വാർത്ത വന്നതും.
മകൾ തന്നെ അംഗീകരിച്ചില്ല എങ്കിലും ഈ സംഭവം തന്നെ വിഷമിപ്പിച്ചിരുന്നതായി വർക്കി പറഞ്ഞിരുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ മകൾ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വർക്കി. എന്നാൽ ആ ആഗ്രഹം നിറവേറാതെയാണ് വർക്കി എന്ന പിതാവ് ജീവിതത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞത്.